ഓഫീസ് ജോലി എടുക്കുന്ന 55 വയസ്സുള്ള ഒരു പേഷ്യന്റ് കാലില് നീരായിട്ട് എന്നെ കാണിക്കാൻ വന്നു. അദ്ദേഹം അത്രയും കാലം വിചാരിച്ചത് ഓഫീസിൽ ഇരിക്കുന്ന കാരണമാണ് കാലിൽ നീര് വന്നത് എന്നുള്ളതാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം കടുത്ത ശ്വാസമുട്ടലായിട്ട് അദ്ദേഹം ICUയിൽ അഡ്മിറ്റ് ആവുകയാണ് ഉണ്ടായത്. ഇതിന്റെ കാരണം ഹാർട്ട് ഫെയിലിയർ. ഒരുപാട് ആളുകൾക്ക് കാലില് നീരുണ്ടാവാറുണ്ട്. പക്ഷേ കാലിലെ നീര് എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ബലക്കുറവിന്റെ ലക്ഷണമാണെന്നും കാലിൽ നീര് കെട്ടി നിന്നാൽ ചിലർക്കെങ്കിലും രക്തം കട്ട പിടിക്കാനുള്ള റിസ്ക് ഉണ്ടെന്നും എത്ര പേർക്കറിയാം. കാലിൽ രക്തം കെട്ടി നിൽക്കുന്നത് തടയാനുള്ള ചില കുഞ്ഞു പൊടിക്കൈകളുണ്ട്. ഇത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ കാലിലെ രക്തം കെട്ടി നിൽക്കുന്നത് തടയാനും അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ റിസ്ക് കുറക്കാനുമുള്ള ചില കൊച്ചു ട്രിക്കുകളുണ്ട്. മരുന്നുകളില്ലാതെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് കാലിലെ നീര് കുറക്കാനും ബ്ലഡ് കെട്ടി നിൽക്കുന്നത് തടയാനും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. നമ്മുടെ കാലിലേക്കുള്ള രക്തയോട്ടം എന്ന് പറയുന്നത് 2 റോഡുകളുള്ള ഒരു ഹൈവേ പോലെയാണ്. ഹൃദയത്തിൽ നിന്നുള്ള രക്തം താഴോട്ട് പോകുന്ന ഒരു റോഡും തിരിച്ച് ചീത്ത രക്തം ഹൃദയത്തിലേക്ക് തിരിച്ചെത്തുന്ന മറ്റൊരു റോഡും. ഹൃദയം പമ്പ് ചെയ്യുന്ന കാരണം ഹൃദയത്തിൽ നിന്ന് താഴേക്കുള്ള രക്തയോട്ടം അനായാസം നടക്കും. എന്നാൽ താഴെ നിന്ന് ബ്ലഡ് മുകളിലേക്ക് എത്തുന്നത് അത്ര എളുപ്പമല്ല. കാരണം കാലിൽ നിന്നും ഗുരുത്വാകർഷണത്തിന് എതിരെയാണ് ബ്ലഡ് മുകളിലേക്ക് എത്തേണ്ടത്. വേണ്ട രീതിയിൽ കാലിൽ നിന്നുള്ള രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന്റെ സ്ട്രെയിന് കൂടുകയാണ്. ഇത് പതുക്കെ ഹൃദയത്തിന്റെ പമ്പിങ് കുറയാനും ഹൃദയത്തിന്റെ മിടിപ്പിൽ താളം തെറ്റലുണ്ടാക്കാനും വരെ കാരണമായേക്കാം. അതുപോലെ തന്നെ കാലിൽ രക്തം കട്ടപിടിച്ച് ക്ലോട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുകയാണ്. ഇത് തടയാനുള്ള 5 ട്രിക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് മുട്ടിനടിയിലുള്ള മസിലുകൾ, കാഫ് മസിൽസ്, അത് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. കാഫ് മസിലുകളെ നമ്മൾ രണ്ടാമത്തെ ഹൃദയം എന്നാണ് പറയാം. കാലിലുള്ള രക്തത്തെ മുകളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ നടക്കുന്ന സമയത്ത്, കാലിളകുന്ന സമയത്ത് ഈ മസിലുകൾ ചുങ്ങുമ്പോഴാണ്. ഈ മസിലുകളെ ബലപ്പെടുത്തുകയാണെങ്കിൽ 60% ബ്ലഡിന്റെ പ്രവാഹം വർദ്ധിക്കുകയാണ്. സ്ഥിരമായിട്ട് നിന്ന് ജോലി ചെയ്യുന്നവര്, ഇരുന്ന് ജോലി ചെയ്യുന്നവര് കാഫ് റേസുകൾ അതല്ലെങ്കിൽ ആംഗിൾ പമ്പുകൾ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ് ഓരോ അരമണിക്കൂറിനിടയിലും. രണ്ടാമത്തേതായിട്ട് സ്ഥിരമായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഓരോ മണിക്കൂറിലും 4-5 മിനിറ്റ് നടക്കുക, ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക. ഇത് ബ്ലഡ് പൂളിങ് 40% കുറക്കുന്നുണ്ട്. മൂന്നാമത്തേത് കംപ്രഷൻ സ്റ്റോക്കിങ്ങൾ ഉപയോഗിക്കുക. കാലിൽ കംപ്രഷൻ സ്റ്റോക്കിങ് കിട്ടുന്നത് വഴി പൂളിങ് 70% കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് രക്തയോട്ടത്തിന്റെ എഫിഷ്യൻസി ഒരുപാട് വർദ്ധിപ്പിക്കുന്നുണ്ട്. കംപ്രഷൻ സ്റ്റോക്കിംഗ് ഒരു നല്ല സഹായിയാണ്. നാലാമത്തേതായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക. ഡീഹൈഡ്രേഷൻ അഥവാ നിർജലീകരണം ശരീരത്തിൽ വന്നാൽ രക്തത്തിന്റെ വിസ്കോസിറ്റി അഥവാ കട്ടി കുത്തനെ കൂടുകയാണ്. ഇത് കാലിൽ രക്തം കെട്ടി നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. അതുകൊണ്ട് ദിവസം മുഴുവൻ കുറേശ്ശെയായിട്ട് വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടാക്കുക. അഞ്ചാമത്തേതായിട്ട് എക്സർസൈസുകൾ. കാലിലെ മസിലുകൾ സ്ട്രോങ് ആക്കാനുള്ള ഒരുപാട് എക്സർസൈസുകളുണ്ട്. ലെഗ് പമ്പുകൾ, ഹീൽ ടോ വാക്കിങ്ങുകൾ, അതുപോലെ പതിവായുള്ള നീന്തൽ, സൈക്ലിംഗ്, നടത്തം, ഇതും കാലിലെ മസിലുകൾക്ക് ഒരുപാട് സഹായം ചെയ്യും. ഇതുവഴി രക്തം കെട്ടി നിൽക്കുന്നത് തടയാൻ സാധിക്കും.